രാജുവൻ ചേട്ടാ, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ CJ റോയ് ആത്മഹത്യ ചെയ്തത്, വെടിയേറ്റ് മരിച്ചത്. ഇപ്പോൾ CPM ചില നീക്കങ്ങൾ നടത്തുന്നതായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ അപ്രതീക്ഷിത മരണം രാഷ്ട്രീയ ആയുധമാക്കാൻ CPM. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ സമ്മർദ്ദമാണ് റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന പ്രചാരണം ശക്തമാക്കാനാണ് പാർട്ടി നീക്കം. റോയിയോട് ആദായ നികുതി വകുപ്പ് നീതി നിഷേധം കാട്ടിയെന്നും ക്രൂരമായ മാനസിക പീഡനത്തിന് അദ്ദേഹം ഇരയായെന്നുമാണ് CPM നിലപാട്. അപ്പോൾ ഇതിനോടുകൂടി കൂട്ടി വായിക്കേണ്ട മറ്റൊരു പേരാണ് കിറ്റക്സ് ഗ്രൂപ്പിന്റെ ഉടമ. ഇപ്പോൾ അദ്ദേഹം BJPയുടെ ഭാഗമായ സാബു M ജേക്കബ്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ വ്യവസായ സംരംഭങ്ങൾ തെലങ്കാനയിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക ചെയ്തിരുന്നു. പ്രത്യേകിച്ച് CPMന്റെ ഭാഗത്തുനിന്ന്, P രാജീവിന്റെ ഭാഗത്തുനിന്നൊക്കെ രൂക്ഷമായ പ്രതികരണമാണ് PV ശ്രീനിജന്റെ ഭാഗത്തുനിന്നും P രാജീവിന്റെ ഭാഗത്തുനിന്നെല്ലാം രൂക്ഷമായ പ്രതികരണമാണ് സാബു M ജേക്കബ് നേരിട്ടത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, റോയിയെ പോലെ സാബു M ജേക്കബും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അസാധ്യത കഴിഞ്ഞു. കാരണം സാബു ഇവിടുന്ന് രക്ഷപ്പെട്ടു. അല്ലാതെ സാബു ഇവിടെ കിഴക്കമ്പലത്ത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇവരുമായിട്ടുള്ള ഇവരുടെ വഴക്കം വയ്യാവലിയെല്ലാം അതിൻ്റെ മധ്യത്തിൽ പോയി നിന്നിരുന്നെങ്കിൽ, രാജീവിൻ്റെയും ശ്രീനിജൻ്റെയൊക്കെ മധ്യത്തിൽ പോയി നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിവിടെ ഉണ്ടാകുമായിരുന്നു, ഈ സംഭവം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അവിടെ കേന്ദ്ര ഏജൻസികൾ സഹായിക്കാനുണ്ട്. ഇവിടെയും സാബുവിനെയും വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികൾ വന്നിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ സാബുവിനെ ED ശല്യപ്പെടുത്തിക്കൊണ്ടാണ് സാബു അങ്ങനെ വന്നത്. കാരണം സാബു M ജേക്കബ് BJPയുടെ ഭാഗമായതിനു ശേഷം കേരളത്തിലെ ഒരു 1-2 ചാനലുകളിലെ വാർത്ത വന്നിരുന്നു. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേടി കൊണ്ടാണ് സാബു M ജേക്കബ് NDAയുടെ ഭാഗമായതും രാജീവ് ചന്ദ്രശേഖരൻ ഷാൾ അണിയിച്ചതും. മാത്രമല്ല നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയുടെ മുൻനിരയിൽ തന്നെ സാബു M ജേക്കബ് പങ്കെടുക്കാനുണ്ടായ കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേടി കൊണ്ടാണെന്നൊരു അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പേടിപ്പിക്കാൻ പറ്റുമോ, അല്ലെ സ്റ്റേറ്റ് ഏജൻസികൾക്ക്, അങ്ങനെ തിരിച്ചും പറയാം, സ്റ്റേറ്റ് ഏജൻസികൾക്ക് ടാക്സ് വകുപ്പ്, GST വകുപ്പിന് അതുപോലുള്ള വകുപ്പുകൾക്കോ പേടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള വിവരം നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടി. ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് റെയ്ഡിന് വന്നു ED എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ. ആ സമയത്ത് ഇവിടെ ഉണ്ടായ പ്രകമ്പനങ്ങൾ അതെങ്ങനെ ഒതുക്കി തീർത്തു? ആ ഊരാളുങ്കൽ റെയ്ഡിലേക്ക് എത്തിയപ്പോഴേക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ റെയ്ഡുകളും കേരളത്തിൽ നിന്നു, CPMവുമായി ബന്ധപ്പെട്ട എല്ലാ റെയ്ഡുകളും നിന്നു. ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിത് പറയാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? അപ്പോൾ കാരണം ഞാൻ ചോദിക്കുന്നത്, ഇന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ചെയർമാനായിരിക്കുന്ന മുനിസിപ്പാലിറ്റി ആന്തൂർ സാജൻ എന്ന് പറഞ്ഞൊരു NRI ബിസിനസ്സുകാരൻ ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു. ഒരു ഓഡിറ്റോറിയമൊക്കെ കട്ടിച്ച് നിലനിന്ന് പോകാമെന്ന് വിചാരിച്ചപ്പം അദ്ദേഹത്തെ ആത്മഹത്യ കൊലക്കയറെടുത്ത് കൊടുത്തത് ഗോവിന്ദൻ്റെ ഭാര്യയും കൂട്ടരും തന്നെയാണ്. അതുതന്നെയാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന. CPM പറയുന്നത് ഇദ്ദേഹത്തിന്, റോയിക്ക് ഈ കൊലക്കയറെടുത്ത് കൊടുത്തത് മോഡിയും കൂട്ടരുമാണെന്നാണ് പറയാതെ പറയുന്നത്. ED ഏജൻസിയെ കുറ്റം പറയാനേ അതേ പോകാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് മോഡിയെ കുറ്റം പറയുന്ന കാര്യത്തിലേക്ക് CPMന് പോകാനും പറ്റില്ല. അപ്പോൾ ഇത് പീഡനം കൊണ്ട് ഇപ്പോൾ സിമ്പിളായിട്ട് ആലോചിക്കാം. ED എല്ലാം ആരും പീഡിപ്പിച്ചാലും കോൺഫിഡൻസ് റോയിയെ പോലൊരു ഇത്രയും വർഷം 10-30 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിന്ന് വളരെ സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്ത് യാതൊരു ബാധ്യതകളും പരസ്യമായ ബാധ്യതകളില്ലാതെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയാൽ ഈ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലും ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോയ റോയി ഒരു ഇൻകം ടാക്സ് റൈഡിൻ്റെ പേരിൽ ആത്മഹത്യ എന്ന് പറയാൻ വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. അല്ല, അയാൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത് നല്ല കോൺഫിഡൻസ് ഉള്ള, നല്ല ആത്മവിശ്വാസമുള്ള, നല്ല ഉറച്ച നിലപാടുള്ള, നല്ല തൻ്റെ ഇടമുള്ള ഒരു വ്യവസായിയാണെന്നാണ് പൊതുവെ പറയുന്നത്. അല്ലാതെ അദ്ദേഹം BJPയിലേക്ക് ചേരുവോ ഇല്ലെന്നുള്ളതല്ല. BJPയുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് പീഡിപ്പിച്ചത് എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ടാക്സ് അതുകൊണ്ടാണ് മരിച്ചത്, മറ്റെന്തെങ്കിലും കാരണത്താലാണ് അയാൾ രക്ഷപ്പെട്ടില്ലേ? മറ്റെന്തെങ്കിലും കാരണങ്ങളാലാണ് പിണറായി വിജയനെ ആരെ രക്ഷിക്കുന്നത്? മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ, ഇന്നലത്തെ ചർച്ചകളൊക്കെ വന്നിട്ട് പല ചർച്ചകൾ ഇപ്പോൾ വരുന്നുണ്ട്. റോയിയുടെ ഇപ്പോൾ മാത്യു സാമുവൽ ഉൾപ്പെടെയുള്ളവർ റോയിയുടെ അത്ര മാന്യമായ ധനസമ്പാദന രീതി ആയിരുന്നില്ല എന്ന് പറയും. ആ ധനത്തെ എങ്ങനെ തൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കാമെന്ന് റോയിക്ക് അറിയാമായിരുന്നു. റോയിക്ക് എവിടുന്ന് പൈസ ഉണ്ടായെന്ന് പറയുന്നുണ്ട്, ഇവരാരും പറയുന്നില്ലല്ലോ. പൊട്ടനെ ടാക്സുകാർ വന്ന് മേടിച്ചു, ഉടനെ പോയി വെടിവെച്ച് ചത്തു, അതാണ് പറയുന്നത്.
അങ്ങനെ ഒരു വ്യാഖ്യാനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം, അതാണ് പ്രധാനം. കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെ റോയി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. മറിച്ച് റോയിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ ടാക്സ് അല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അന്വേഷിക്കുക. ടാക്സ് കൊണ്ട് ആത്മഹത്യ ചെയ്യാൻ കാരണം ഉണ്ടാകാം, പക്ഷേ ടാക്സ് റൈഡിൻ്റെ പേരിലായിരിക്കില്ല, ഇൻകം ടാക്സ് റൈഡിൻ്റെ പേരിലായിരിക്കില്ല റോയി ആത്മഹത്യ ചെയ്തത്. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ അത് നമ്മൾ അന്വേഷിക്കണം, അറിയാം. അല്ല, ഇപ്പൊ ചൊവ്വാഴ്ച റോയിയുടെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വാർത്താ സമ്മേളനം ഉള്ളതായി ഇപ്പൊ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഒരു ഏഷ്യാനെറ്റിലൊക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് വാർത്താ സമ്മേളനം നടത്തും. അതുപോലെ കുടുംബവും ഈ മരണത്തിൽ കുറെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഔട്ട്റൈറ്റായിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. നമ്മൾ യാതൊരു കാരണവശാലും ഈ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പറ്റില്ല. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും. സമ്പത്തിൻ്റെ ഇടപാടാണ്. 1-2 രൂപയുടെ അല്ല, കോടാനുകോടി രൂപയുടെ സമ്പത്തിൻ്റെ ഇടപാടാണ്. പല പല ബിസിനസ് എഗ്രിമെൻറ്റുകളുടെ ഇടപാടാണ്. ബിസിനസ് എഗ്രിമെൻറ്റുകൾ പാലിക്കേണ്ട ഇടപാടാണ്. കമ്മിറ്റ്മെൻറ്റുകൾ പാലിക്കേണ്ട ഇടപാടാണ്. ഇവിടെ ആർക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ആ ഗ്രൂപ്പിൻ്റെ മറ്റാരെങ്കിലും എന്തെങ്കിലും തരികട നടക്കുകയും ഇദ്ദേഹം റോയി അവിടെ ജീവിച്ചിരുന്നാൽ ഇത് പുറത്താവുകയും ചെയ്യുമെങ്കിൽ എന്തായിരിക്കും ഫലം? അതെ അതെ, അങ്ങനെ നമുക്ക് മറുവശം തീർച്ചയായിട്ടും. അല്ലെ സാബുവിന് അറിയാവുന്ന, അല്ല സാബു റോയിക്ക് അറിയാവുന്ന രഹസ്യങ്ങൾ ഇവരുമാരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ എനിക്കിതിൽ അത്ഭുതം തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു ചർച്ച പറഞ്ഞാണ്, ഭാര്യയുടെ കുറിച്ച് ഭയങ്കരമായിട്ട് റൈറ്റപ്പ് വരും. ഭാര്യ വളരെ അത്യാഗ്രഹമൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ജീവിക്കാൻ സ്ത്രീയാണ്, സിമ്പിളായിട്ട് മാത്രം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീയാണ്. അജിത് പവാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഉപമുഖ്യമന്ത്രിയായി, സംസ്ഥാനം മരിച്ചതിൽ നിന്ന് കഴിയുന്നതിന് മുമ്പ് തന്നെ ഉപമുഖ്യമന്ത്രിയായി മഹാരാഷ്ട്രയിലെ. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ റോയിയുടെ ഭാര്യയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചാലെന്നൊരു ചോദ്യം വന്നു. ആ ചോദ്യം എങ്ങനെ വന്നു? വളരെ ഒരു 6 മാസത്തിനുള്ളിൽ ഇങ്ങനൊരു ചോദ്യം അവർ ഫേസ് ചെയ്യേണ്ടി വന്നു. താങ്കളുടെ ഭർത്താവിന് സംഭവിച്ചാൽ എന്ത് പറ്റും? സംഭവമായി ചോദ്യത്തിൽ നിങ്ങൾക്കിത് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, ഞാനിതെല്ലാം പൂട്ടിക്കെട്ടി എങ്ങോട്ട് പോകുന്ന പറയുന്നറിയോ? എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും സ്വസ്ഥമായിട്ട്. അതായത് ഇവർക്ക് യാതൊരു ആഗ്രഹവും സ്വത്തിലും കാര്യങ്ങളിലും ഇല്ല എന്നൊരു സ്ത്രീയായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു ശ്രമം ആ ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ട്. അതെന്നെ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉറപ്പായിട്ടും അതിലെനിക്ക് ലീഡാണ്. ഞാൻ ഇതിനകത്ത് കുറ്റവാളി അല്ലാന്ന് കാണിക്കാൻ ഞാൻ ഒരു 3-4 മാസം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ ഇതുമായിട്ട് കൈകോർക്കാൻ BJPയുടെ തന്നെ പിണറായി വിജയൻ പറഞ്ഞ ഭാഗം ശരിയാണ്. BJPയുടെ നേതാക്കൾക്ക് ശരിയാകത്തില്ലേ? അങ്ങനെയല്ലേ ഗോവയിലെ ഗവൺമെൻറ് എങ്ങനെയാണ് വേണ്ടത്? ഓരോ ഗവൺമെൻറ് വീണ് ഓർത്ത് നോക്ക്. ഓരോ ഗവൺമെൻറ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ ഇതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ശക്തി മഹാരാഷ്ട്രയിൽ എങ്ങനെ ശിവസേന കൊണ്ടു. ഇതിൽ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദമാണ് അദ്ദേഹത്തെ തളർത്തിയതെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ലീഗൽ അഡ്വൈസർ പ്രകാശ് ആരോപിച്ചിട്ടുണ്ട്. കുടുംബവും ഈ നിലപാടിലാണ്. അതുകൊണ്ടാണ് മലയാളിയായ CJ റോയിയുടെ മരണം CPM ചർച്ചയാക്കി മാറ്റുന്നത് എന്നാണ് പറയുന്നത്. അല്ല, CJ റോയിയുടെ മരണം ചർച്ചയാക്കി മാറ്റണമെങ്കിൽ ആന്തോ സാജന്റെ തരണം ചർച്ചയാക്കി മാറ്റണ്ടേ? അതിന് വേണ്ടേ? ഇതിനേക്കാൾ തീർച്ചയായിട്ടും ഇതിനേക്കാൾ ദയനീയമല്ലായിരുന്നത്? അതെ. അതിന്റെ മിണ്ടാത്ത നവീൻ ബാബുവിന്റെ അതൊക്കെ എത്ര സംഭവങ്ങൾ CPM-ആയിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ അല്ല, സാമ്പത്തിക കാര്യങ്ങളാൽ തന്നെ. ഇപ്പം ബാബൂർ ഷാദിനെ കൊല്ലേണ്ട ആവശ്യം സാമ്പത്തികമല്ല, രാഷ്ട്രീയ കാരണമല്ല, സാമ്പത്തിക കാരണം അല്ലേ? സാമ്പത്തിക അഴിമതിയുടെ കാരണമാണ്. അത് ഇൻവോൾവ് ആയിട്ടുള്ള മറ്റാരുമല്ല, സംസ്ഥാന സെക്രട്ടറി, നമുക്കൊക്കെ ക്ലാസ് എടുക്കുന്ന സദാചാരത്തെക്കുറിച്ച് സഹധർമ്മിണി ആണ് ശ്യാമള. അവരാണ് ഇതിൻ്റെ അകത്ത് പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അല്ല, അവരുടെ പ്രേരണ ഇതിനകത്തുണ്ട്. അന്ന് പല ആരോപണങ്ങളും വന്നു. അതുപോലെ തന്നെ ഒന്നും അല്ലേ ഇതുള്ളൂ. അതാണ് സാബുവിൻ്റെ കാര്യത്തിൽ. സാബു ന്യായമായിട്ട് കേരളത്തിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തേനെ. സാബുവിന് തെലങ്കാനയിലേക്ക് രക്ഷപ്പെടാൻ പറ്റിയതുകൊണ്ട് മാത്രം. പിന്നെ രണ്ടാമത് സംശയിക്കേണ്ട വിഷയം, ഇത് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് എവിടെയാണ്? ബാംഗ്ലൂർ. അവിടെ ഭരിക്കുന്ന ഏത് കക്ഷിയാണ്? കോൺഗ്രസിനെതിരായുള്ള BJPയുടെ കരുനീക്കത്തിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ പ്രഷർ അല്ലെങ്കിൽ കർണാടക ഗവൺമെൻറ്റിനെതിരായി എന്തെങ്കിലും ഒഴിവ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ചോദിക്കാനോ ആണ് ED ശ്രമിച്ചിരുന്നതെങ്കിൽ, കാരണം ഉടൻ തന്നെ കർണാടക ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിക്കഴിഞ്ഞു. EDയുടെ പ്രവൃത്തിയെക്കുറിച്ച്, അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, നമ്മുടെ ശബരിമല പോകാതിരുന്നാൽ നല്ലത്, അവരുടെ കർണാടക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അതിനർത്ഥം തന്നെ വളരെ തിടുക്കപ്പെട്ട അവർ അന്വേഷിക്കുന്നത്. ഇതിൽ ഒളിച്ചുകളികളുണ്ട്. റോയിയുടെ കാര്യത്തിൽ ഒളിച്ചുകളികളുണ്ട്. അത് ആര് പുറത്തു കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റില്ല.
കുറേ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് പലരുടെ പേരും വന്ന് കുറേ കഴിയുമ്പോൾ നമ്മളിത് ചർച്ച ചെയ്യാതാകും. അടുത്ത ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ നിർത്തും. അതാണ് സംഭവം. അത് ഞാൻ ചോദിച്ചതേ, നമ്മൾ സാബുവും ജേക്കബിന്റെ വിഷയത്തിലേക്ക് ഇനി വരികയാണെങ്കിൽ നമുക്കറിയാം നിലവിൽ കുന്നത്തനാട് MLA CPMന്റെ PV ശ്രീനിജനാണ്. ഈ സാബുവും ജേക്കബിന്റെ പാർട്ടിയായ 2020 കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ 40,000-ഓളം വോട്ടുകൾ പിടിച്ചിരുന്നു. മാത്രമല്ല കിഴക്കമ്പലം, മഴുവന്നൂര്, ഐക്കരനാട് പോലത്തെ സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഭരണവും 2020യുടെ കയ്യിലായിരുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിലെ ഒരു വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ 50,000-ഓളം വോട്ടുകൾ 2020 സമാഹരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ 2020 ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ടെന്ന് രാഷ്ട്രീയപരമായ ഭീഷണിയായിട്ടാണ് കോൺഗ്രസിനും CPMനും മനസ്സിലായിട്ടുണ്ടാവൂലേ? അല്ല, മനസ്സിലാക്കിയിട്ടുണ്ടാക്കുന്നത് മാത്രമല്ല ശ്രീനിജൻ അതുകൊണ്ടാണ് ഈ CPMന്റെയും കോൺഗ്രസിന്റെയും ഭീഷണി മുന്നിൽ കണ്ടുകൊണ്ടല്ലേ സാബും ജേക്കബ് BJP-യിലേക്ക് കൂറുമാറിയത്. ശ്രീനിജനെതിരായി തന്നെ റിയൽ എസ്റ്റേറ്റ് ആരോപണങ്ങൾ ഒത്തിരിയുണ്ട്. കിഴക്കമ്പലം കേന്ദ്രീകരിച്ച് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വല്ല ബിസിനസ്സും ശ്രീനിജൻ്റെ ബിസിനസ്സുകൾക്ക് കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിലോ അല്ല തട്ടാൻ സാധ്യതയുണ്ടെങ്കിലോ തീർച്ചയായിട്ടും ഇയാളെ അപ്പോൾ സാബുവും ജേക്കബിന് ശരിക്കും പേടിച്ച് തന്നെയാണ് ഇവിടുന്ന് പോയത്. ആ ഭയം ഇങ്ങനെ റോയിക്ക് ഏതെങ്കിലും കാരണത്തിൽ ഉണ്ടായിരുന്നെന്ന് അറിയത്തില്ല. അത് പുറത്ത് വരാൻ സമയമെടുക്കും. ഇത് കേരളത്തിൽ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇത് പറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നന്നായിട്ട് അറിയാവുന്ന പാർട്ടി ഏതാണെന്നറിയോ? ED എങ്ങനെ ഉപയോഗിക്കാം, പോലീസിനെ എങ്ങനെ ഉപയോഗിക്കാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എങ്ങനെ ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കാനും പറയാനും അതിൽ ഗവേഷണം നടത്തിയവരാണ് ആര്? മാർക്സിസ്റ്റ് പാർട്ടി. അപ്പോൾ അവർ പറയുമ്പോൾ ഗൗരവത്തിലെടുക്കണം. റോയിയെ ED പേടിപ്പിച്ചിട്ടുണ്ട്, ഇവരെ പേടിപ്പിച്ചിട്ടുണ്ട്, ഇവർ പിണറായി പോയി കണ്ട് അമിത്ഷായും മോഡിയും പോയി കണ്ട് കാല വീണ് ഇവർ രക്ഷപ്പെട്ടു. ഇവരും പേടിച്ചു. ഊരാളുകൾ സൊസൈറ്റി ആ അന്വേഷണം തന്നെ എങ്ങനെ ഇരിക്കും? അങ്ങനെ കഴിഞ്ഞ തവണ ശ്രീനിധൻ ജയിച്ചത് കേവലം 2,000-നും 3,000-നും ഇടയുള്ള ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. കഷ്ടിച്ച് ജയിച്ചെന്ന് പറഞ്ഞാൽ മതി. അതായത് VP സജീന്ദ്രന്റെ തോൽവിയിലേക്ക് തന്നെ പോയത് ഈ പ്രത്യേകിച്ച് ഈ 2020യുടെ പ്രസൻസ് ആയിരുന്നു UDF തോക്കാനുണ്ടായ കാരണമെന്നാണ് പറയപ്പെടുന്നത്. അല്ല, അവരുടെ പ്രസൻസ് തോറ്റുന്നത് മാത്രമല്ല, പിന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പിസം മുതലെടുക്കാൻ പറ്റി. ഇങ്ങനെ A ഗ്രൂപ്പുകാരനാണ്, അവിടെ I ഗ്രൂപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം അത്തരം പ്രശ്നങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് ഈ EDയെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും ഇത്തരം ഏജൻസികളെ ഉപയോഗിച്ച് എങ്ങനെ രാഷ്ട്രീയ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാമെന്ന് പരീക്ഷിച്ചറിഞ്ഞവർ ഡോക്ടറേറ്റ്, റെക്കമെൻഡോ ഡോക്ടറേറ്റ് അല്ല, സുനിൽപിള്ളയിടത്തിൻ്റെ ഡോക്ടറേറ്റ് അല്ല, സത്യസന്ധമായ ഡോക്ടറേറ്റ് ഈ കാര്യത്തിൽ നേടിയ പാർട്ടിയാണ് CPM എന്നുറപ്പിച്ച് പറയാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് CPMന്റെ നീക്കം, എന്താണ് CPM എങ്ങനെയായിരിക്കും റോയിക്ക് വേണ്ടി റോയിയെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഏത് തരത്തിലാണ് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.